ഹലോ. അപ്പൊ ഇന്നേ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ താമര സാധാരണ രീതി എല്ലാവരും താമര കൊണ്ട് വെച്ച് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇതേപോലെ ഇലയെല്ലാം മുരടിച്ച് ഈ രീതിയിലാവും. ഇതേപോലെ എല്ലാം ഈ രീതിയിലൊക്കെ ആകുമ്പോൾ എല്ലാവരും പറയുന്ന താമര ഉണങ്ങിപ്പോയി. പക്ഷെ താമര ഉണങ്ങിയിട്ടൊന്നുമില്ല, അതിൽ ട്യൂബർ എടുക്കാനുള്ള സമയമായതുകൊണ്ട് അതങ്ങനെ ഉണങ്ങുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഈ ട്യൂബർ എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കും. അപ്പൊ അത് ഈ വെള്ളത്തിൽ തന്നെ ഇത് വെച്ച് പതുക്കെ ഇത് താഴെ കൈയിട്ട് ഇത് പതുക്കെ ഇങ്ങനെ ഇളക്കി 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 എടുക്കണം, എന്നാലേ ട്യൂബർ കിട്ടണം. ഒടിയാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് ഒടിഞ്ഞ് അതിൻ്റെ ഈ മോനഭാഗം ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അത് കിളുക്കത്തില്ല, ആ ഭാഗം കിളുക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് ഒടിയാതെ എടുക്കണം. അത് മണ്ണിങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ റെഡിയായി കഴിയുമ്പോൾ ഇതിങ്ങനെ ട്യൂബർ നല്ല ക്ലിയർ ആയിട്ട് ഒരു കുഴപ്പമില്ല ഇത് കിട്ടും. ട്യൂബർ ഇങ്ങനെ കിട്ടും. ഈ ട്യൂബറെല്ലാം ഒരു കുഴപ്പമില്ലാതെ കിട്ടി. അപ്പം ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളടുത്ത ചട്ടിയിലോട്ട് മാറ്റണം. അതിന് ഈ അറിയാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടോ പീസായിട്ട്, അറിയുന്നവരാണെങ്കിൽ ഇച്ചിരി കൂടുതലൊക്കെ കിട്ടും. ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് എടുത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അത് ഇത്ര ഈ നീളത്തിൽ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് ഇത് എല്ലാം വൃത്തിയാക്കി എടുക്കുക. ഇതാണ് ട്യൂബ്. ഇപ്പം നമ്മൾ ഇത് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം.